അസ്സലാമുഅലൈക്കും. എല്ലാവർക്കും ബാബൂസ് മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റേഷൻ പച്ചരി വെച്ച് ഒരു ബേക്കറി സ്റ്റൈല് മുറുക്കാണ്. അപ്പം മുറുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് ഉണ്ടാക്കാൻ പോവാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണെ ഓളും ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ നമ്മുടെ റേഷൻ പച്ചരി പൊടിച്ചത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ 3 ഗ്ലാസ്സാണ് എടുക്കുന്നത്. ഇനി ഈ 3 ഗ്ലാസ് നമ്മുടെ റേഷൻ പച്ചരി പൊടിച്ചത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ 2 or 3 മുട്ടകൾ ചേർക്കാം. എത്ര മുട്ടകൾ ചേർക്കുന്നോ അത്രയും സോഫ്റ്റ്നെസ് ലഭിക്കും. നമ്മളിവിടെ ഒരു മുട്ടയാണ് എടുക്കുന്നത്. ഇനി ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ പാൽ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഇത് കുറച്ച് ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ആദ്യം തന്നെ കുറേ ഒഴിക്കരുത്, കുറച്ച് ഒഴിച്ചുകൊണ്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് എള്ള് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കാം. ഇത് നമ്മുടെ ചപ്പാത്തി മാവ് ആവുന്നത് പോലെ ആയി വരണം. ഇത് ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനിയും അതുപോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ മുറുക്കിൻ്റെ ഷേപ്പിലുള്ള അച്ചാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് മാവ് ഇങ്ങനെ നിറച്ച് കൊടുക്കാം. ഇനി നമ്മുടെ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലെ നമ്മുടെ മാവ് ഇട്ട് കൊടുക്കാം. ഈ അച്ചിലിടുമ്പോൾ നമ്മുടെ മുറുക്കിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇതുപോലെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് പൊരിച്ചെടുക്കണം. ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ കുറച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇടയ്ക്കിടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങണ മുറുക്കിൻ്റെ ഒരു കളറാവുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഇത് ചിലർക്ക് നന്നായിട്ട് മൊരിയണത് ഇഷ്ടമാവും. അതുകൊണ്ട് കുറച്ച് നേരം കൂടി വെക്കണം നന്നായിട്ട് മൊരിയണമെങ്കിൽ. അല്ലെങ്കിൽ ഇതാ ഈ ഒരു ടൈം ആവുമ്പോൾ നമുക്ക് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ എണ്ണയെല്ലാം കളഞ്ഞ് നന്നായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും പൊരിച്ചെടുക്കാം.
ഇടയ്ക്കിടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഈ കളറായി വരുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ മുറുക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെയാണ്. നമ്മൾ റേഷൻ പച്ചരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഷേപ്പ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. അടിപൊളി ആയിട്ടുണ്ട്. നമ്മുടെ കടയിൽ നിന്ന് വാങ്ങണ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണ അടിപൊളിയാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ എല്ലാവർക്കും മുറുക്ക് നല്ല ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടപ്പത്തുള്ള ബെല്ലൈക്കണിൽ ഫോളും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.